ഇതാരി വാ 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 ഇരിക്ക നിന്നെ കാണാണ്ട് എത്ര ദിവസമായപ്പാ. ശരിക്കും ഇരിക്കട്ടെ. ഞാനൊരു കട്ടനെല്ലാം കുടിച്ച് ഗുളികയെല്ലാം കഴിക്കാൻ പോകുന്നു. എന്തുണ്ട്? ഞാൻ നിന്നെ കുറേ ദിവസമായി ഇങ്ങനെ കാണണമെന്ന് വിചാരിക്കുന്നത്. കൊതു. പിന്നെ ഇണേ രജനി ഇപ്പോൾ എവിടെയാ രാവിലെ പോന്ന്? നിന്നോട് നീ ഉണ്ട് ചോദിക്കണം. എനിക്കിത് ചോദിക്കാനിട്ടൊരു ഉറക്കില്ല അതിനോട്. പണി കിട്ടിയാ ഏടാ? ഓക്കെല്ലാം പണി. ഞാൻ പറയുന്നില്ല ഓളെല്ലാം പണി എന്നാന്ന്. എനിക്കല്ല എന്നാ അപ്പം ഭ്രാന്തുണ്ടോ? ഒക്കെ പണി ഗവൺമെൻറ്റാ. വല്ല തുണി ഷോപ്പിലോ വേറെന്തെങ്കിലും ആയിരിക്കും. ഞാൻ വിശ്വസിക്കൂല. നീ അതെല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറ. ഞാൻ വിശ്വസിക്കൂല. ഞാൻ അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൾ ആരെ പിടിച്ചിട്ടാണെന്തോ കയറിയത്? ഓ, എൻ്റെ സമ്മതം മേടിച്ചിട്ടല്ലേ ഓള് ഒരിക്കൽ പോയേ. നീ ഇങ്ങനൊരു വിഡിത്തം പറയുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. ഒക്കെ ഗവൺമെൻറ് ജോലി. അതിനവളെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാ? അതല്ല 15-ാമത്തെ വയസ്സിലെ കല്യാണവും കഴിഞ്ഞ് വേറെ ഒരു 5 കല്യാണവും കഴിച്ച് പിന്നെ ഇങ്ങനെ പറയിപ്പിച്ച് നടക്കുന്നത്. ഇല്ല ആളെല്ലാം ശേഖരിച്ച് വട്ടത്തിലാക്കിയിട്ട് ഒക്കെ ജോലി. നീ പോയിക്കോ. നീ എന്തിനാ ഇപ്പം വന്നത്? തേങ്ങയാണെങ്കിൽ നീ അപ്പുറത്തുനിന്ന് 2 എടുത്തിട്ട് പോട്ട്. എനിക്ക് എൻ്റെ മൂടേ പോയി ഇന്ന് നിൻ്റെ അത് കേട്ടിട്ട്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു സത്യാവസ്ഥ വേണ്ടേ? അതും ഗവൺമെൻറ് ജോലി. ഓ, ഞാൻ ഇതപ്പാടെ നീ പറയുന്ന പോലെ അങ്ങ് വിഴുങ്ങൊന്നുമില്ല. ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. നമുക്ക് ജോലി കിട്ടുന്നു. ഞാനും ഒന്നും വിശ്വസിക്കുന്നില്ല. ഓ, എന്നപ്പം പറയണ്ട. ഇതിനൊന്നും ഉത്തരവില്ല നിന്നോട് പറയാൻ. നീ ആർന്ന് വാദിക്ക്. എനിക്ക് തേങ്ങയല്ലേ വലുത്. നീ നല്ല കുലുങ്ങുന്ന 2 തേങ്ങ എടുത്തിട്ട് പോട്. വേറെന്തെങ്കിലും പണിയായിരിക്കും. ഗവൺമെൻറ് ജോലി പണിയൊന്നുമില്ല. എനിക്ക് തേങ്ങയല്ലേ വേണ്ട. നീ ആർന്നെടുത്തു. നീ പോയിക്കോ. പിന്നെ കാണാം. ഞാൻ സമയത്തോടെ നിന്നെ കാണാം. ഞാനൊന്ന് ആരോടെങ്കിലും ചോദിക്കട്ടെ. നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ. എന്നാ എൻ്റെ ഓക്കെന്നെ പണി കിട്ടീനെന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇതൊന്നും വിശ്വസിക്കൂലണേ. ഇവിടെ എത്രയോ നാട്ടിൽ പഠിച്ച ആള് തെക്ക് വടക്ക് നടക്കുന്നു. പിന്നെ ഓള് വല്ല പാർട്ടി പരിപാടിക്കോ നേതാക്കന്മാരെ കാണാനോ അവരൊന്നിച്ചോ എന്തിനെങ്കിലെല്ലാം പോണം. എന്നാ കിട്ടുമായിരിക്കും. നമ്മൾ പിന്നെ അതിനൊന്നും പോവാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല. വിളിച്ചിനി, ഞാൻ പോയിട്ട. അങ്ങനെ പോയ പണി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പണ്ടേ വിളിച്ച് എത്രയോ ആള് പോയിട്ട് ഒന്നല്ലാണ്ട് പല ഇതിലും പെട്ടിട്ട് ഉള്ളതെല്ലാം നമ്മൾ ചെറുതാമ്പേ കേട്ടിനും കൊണ്ട് നമ്മളതിനൊന്നും പോയില്ല. എന്നാൽ ഒക്കെ ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയില്ല. ഞാൻ അന്വേഷിച്ചോളൂ. ഞാനൊക്കെ നിന്നെ ഒരു വിശ്വാസവും ഇല്ല. ഞാനെല്ലാം നിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചോദിച്ചിട്ട് എടുക്കല്. ഇത് മാത്രം ഞാൻ വിശ്വസിക്കുമല്ല. അങ്ങനെയാണ്. പിന്നെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് ജോലിയെല്ലാം ആക്കാൻ പറ്റുമപ്പ. തിരുവനന്തപുരം പോയിട്ട് 2 ആളെ കണ്ട ജോലിയെല്ലാവും. അതൊക്കെ നടക്കും. കൊതു. ഇത് പിന്നെ മോൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നാണ്. അത് മലക്ക് പോയിട്ട് ഇന്നലെ കൊണ്ടുവന്ന്. ഇതാരും ഇല്ല ഇട. ഇത് പൊളിച്ചാൽ മുഴിപ്പിക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. അമ്മയും എടുത്തിട്ടില്ല. എന്താണെന്നറിയില്ല. എനിക്ക് വേണം കുറച്ച്. എന്നാൽ നീ തേങ്ങ എടുക്കുമ്പോൾ ഒരു ഇലയും കൂട്ടി പറിക്കോ. ആ ഇലയിൽ തരാം. അല്ല പറയിട്ടുവാ. അതിൽ കുറച്ച് പകുതി ഇലാക്കി തരാം. പിന്നെ ആരും ഇല്ലല്ലോ.
എൻ്റെ കുഞ്ഞുവാവക്ക് ഇഷ്ടമാണ്, അതില്ല. അതിങ്ങനെ പായസം കൈമേക്കിയിട്ട് ഇങ്ങനെ നോക്കും. ഞാൻ എൻ്റെ എല്ലാം മൂടും പോയി. ഞാൻ രജനി വരുന്നുണ്ടോ, രജനി കുടുംബശ്രീക്ക് പോകുന്നുണ്ടോ, അതിൽ പോകുന്നുണ്ടോ, ഒന്ന് വിളിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നീ വന്നത്. നീ തേങ്ങക്ക് വന്നാലും മാങ്ങക്ക് വന്നാലും ഞാനിങ്ങനെ ഓക്ക് ഗവൺമെൻറ് ജോലിയാണെന്ന് നീ പറയുന്നു ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല. അതും ഒരിക്കലും സാധ്യതയില്ല. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞോളൂ കേട്ടോ, ആലോചിച്ചിട്ടേ പറഞ്ഞോളൂ. ഞാൻ വിശ്വസിക്കൂല, നീ പറഞ്ഞാലും വിശ്വസിക്കൂല. ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ആരെങ്കിലും പോവോ കാണോ, ബാക്കി ഞാൻ പറയുന്നില്ല. എങ്ങനെയും കിട്ടിയതായിരിക്കും. നേരായ വഴിക്ക് കിട്ടുകയില്ല. ഒന്നാമതൊക്കെ ഒരു പഠിപ്പുമില്ല, ഒന്നുമില്ല, ഒരു കഴിവുമില്ല, ഒന്നുമില്ല. പിന്നെ എനിക്കെല്ലാം പണ്ടേ വേറെ എന്തെങ്കിലും നല്ല ഇത് കിട്ടണമല്ല. ഓള് 10ാം ക്ലാസ് പഠിക്കുമ്പോളെ കല്യാണം കഴിഞ്ഞിന്. പിന്നെ ഓള് പഠിച്ചതെന്നാന്ന്. നീ ഒരിക്കൽ മിണ്ടാണ്ടിരിക്ക്. എനക്ക് ഇഷ്ടപ്പെട്ട പോലെ നീ പറയണ്ട, പക്ഷെ നീ പറയുന്നത് എനക്കും കൂടി വിശ്വസിക്കാൻ പറ്റണ്ടേ? എന്നാ നീ പോട്. അല്ല, അന്വേഷിച്ചോ, ഞാൻ അന്വേഷിക്കും. എനിക്കിതെല്ലാം തന്നെ പണി. ഉച്ചയ്ക്ക് ചോറും കൂട്ടാനുള്ളതായി. പിന്നെ എനിക്ക് ഇങ്ങനത്തെ എല്ലാം അന്വേഷിക്കല എൻ്റെ പണി. എന്തായി ഓരോരാളെ കാര്യം അന്വേഷിച്ചിട്ട് അറിയാൻ എനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ്. എനിക്ക് പിന്നെ അല്ലെങ്കിൽ ഉറക്കം കിട്ടൂല. അവളിപ്പോൾ കുറേ ദിവസമായി നല്ല ഉടുത്തൊരുങ്ങി സുന്ദരിയായി ബാഗെല്ലാം തൂക്കി പോകുന്നു. ഏടത്തേക്കായി പോണ്ട്. ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. ഞാൻ നേരിട്ട് ആരോടെങ്കിലും ചോദിക്കുന്ന ആളാണ്. നാളെ പിള്ളേർ അംഗനവാടി കൊണ്ടുപോകുമ്പോൾ മറ്റേ ഇവള് വരും, സുമ. അവളോട് ചോദിച്ചാൽ കറക്റ്റ് അറിയും. കാരണം അവളെ വീട്ടിലെ ആണുങ്ങളെല്ലാം 10:30 വരെ വായനശാലയിലാണ്. എന്തായാലും ന്യൂസ് കിട്ടും. ഞാൻ ചോദിക്കട്ടെ. നിൻ്റെ ഓനും പോലുണ്ട്, പക്ഷെ ഇത്ര ഇതിലുണ്ട് തോന്നില്ല. സുമേൻ്റെ ഭർത്താവ് എല്ലാം അറിയും. റേഡിയോ വയർലെസ് കോഡ്ലെസ് ഓളെല്ലാം അറിയും. ഓനെല്ലാം വന്നിട്ട് പറയുള്ളൂ. ഓളെ നാളെ കാണും. ഓള് മോളെ കുഞ്ഞിനെ അംഗനവാടി കൊണ്ടാക്കാൻ പോകും. അന്നേരം ഞാൻ കാണും. ഞാൻ കാണാനായിട്ട് പോകുന്നില്ല. ഞാൻ വേറെ എന്തെങ്കിലും ചെടിക്ക് വെള്ളം വെച്ചിട്ടോ മുറ്റടിച്ചിട്ടോ ഞാൻ ഓളെന്തായാലും നാളെ ഒരു 10 മണിക്ക് കാണും. എന്നിട്ട് ഞാൻ നിന്നോട് വിവരം പറയാം. നിന്നെ വൈകുന്നേരം കാണാം. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് 2 തേങ്ങ അധികം. ഇന്ന് 2 എണ്ണം, നാളെ 2 എണ്ണം. എന്നാ നീ പോട്. നമുക്കിത് കഴിക്കണം. ഒന്നുമില്ല, ഇനി പണിയൊന്നുമില്ല. ചോറും കറിയെല്ലാം കുളിക്കണം. കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്. ചെക്ക് ചെയ്തതിനിപ്പം നോർമൽ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. നിനക്കെന്നാ കറി? നീ ഒരു ഇല പറയണേ, ഇതെടുക്കണം മറക്കല്ലേ. നിനക്കെന്നാ കറി? സാമ്പാർ. അതിനെന്തിനാ തേങ്ങ? രാത്രിയിലേക്കാ? ഇപ്പോഴത്തേക്ക് നിൻ്റെ ഓട്ടോ ചാട്ടെല്ലാം കണ്ടിട്ട് ഞാൻ ഇപ്പോഴത്തേക്ക് വേറൊന്നാക്കിയിട്ടാ? ചീരുപ്പേരി, മാങ്ങാച്ചാറ്. ഇനി തേങ്ങ എടുക്കുന്നതിന് മുമ്പിൽ ഇല കൊണ്ട, എന്നിട്ട് ഇതെടുത്തിട്ട് പിന്നെ തേങ്ങ എടുത്തോ. വൈകുന്നേരം കാണാം. ഞാൻ അപ്പോഴേക്കും ഇതിനൊരു തീരുമാനിക്കും. ഇവള് കെട്ടിങ്ങയുടെ പോകുന്നെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി. ഗവൺമെൻറ് ജോലി. എൻ്റെ അമ്മേ, ശരി. അതെയാ? ഇങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ട്? അതെനക്കറിയില്ല. നീ കണ്ടിനാ? കാണാത്തത് പറയലണേ, ഊഹിച്ചിട്ട് പറയല്ല. അതെയാ? വന്നങ്ങനെ കിട്ടിയത് തന്നെ ഇരിക്കും. എങ്ങനെയും കിട്ടട്ടെ, ഞാൻ അറിയും. ഞാൻ എങ്ങനെയായാലും വൈകുന്നേരത്തേക്ക് അറിയും. അങ്ങനെ നാളെ രാവിലെ പോകുമ്പങ്ങും ചോദിക്കും. എന്നാ നീ പോട്. നീ എടുത്തോപ്പാ, നിനക്ക് ഇഷ്ടമില്ല എടുത്തോ. എന്നാ തരണ്ട്. അവിടെ പുറത്ത് ഷെഡിൽ കൂട്ടിയിട്ടുണ്ട്, നീ എടുത്തോ. പറങ്കിയെല്ലാം പറിച്ചോപ്പ. കറിവേപ്പിലയോ പറങ്കോ എന്ത് വേണമെന്ന് പറിച്ചോ. നീ ഒരു കൃത്യമായ വിവരം തന്നാൽ മതി.
എനിക്ക് അത്രയേ വേണ്ടു. തേങ്ങയും പ്രശ്നമില്ല, കറിവേപ്പിലയും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഒക്കെ എങ്ങനെ പണി കിട്ടീനി നിനക്കറിയണം. ഏത് വിധത്തിൽ, ആരെ കണ്ടു, അതൊക്കെ എനിക്കറിയാം. ഇതെടുക്കാൻ മറക്കല്ലേ. ആ ആണേ, എന്നെ കാണാം, വൈകുന്നേരം കാണാം. ആ ആയിക്കോട്ടെ, ഓക്കേടാ, ഓക്കെ ഓക്കെ ഓക്കെ. ആ ഞാൻ നിന്നെ എൻ്റെ പണിയെല്ലാം ഒരുക്കട്ടെ. ഞാൻ നിന്നെ മിസ് കോൾ അടിക്കാൻ വരാനായാലും.